Hello guys, welcome back to our classes. Okay dears, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്ത് അങ്ങനെ റൺ ചെയ്യുന്നുണ്ടല്ലോ. ഏകദേശം നമ്മളുടെ പാർട്ട് 2 സെക്ഷൻ എന്ത് ചെയ്യാനായി, കംപ്ലീറ്റ് ചെയ്യാനായി. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് സെഷൻസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 ക്ലാസ്സിനുള്ളിൽ നമ്മളുടെ പാർട്ട് 2 സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാനാവും. അപ്പോൾ ഏകദേശമുള്ള ടോപ്പിക്സൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് റാഷ്യൂസും കൂടി ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മാർക്കറ്റ് റാഷ്യൂസ് പറഞ്ഞ ടോപ്പിക്കും കൂടിയാണ്. അതും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു തിയറി ചെറിയൊരു ഭാഗം കൂടിയേ ഉള്ളൂ. അപ്പോൾ കാര്യമായിട്ട് ഇനി പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് റാഷ്യൂസ് ഉള്ള EPS, ഡയലൂറ്റഡ് ഏർണിംഗ് പെർ ഷെയർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ്. അതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്നത്. മെയിൻലി നമ്മളുടെ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത് ഒരു വേണമെന്ന് വിചാരിച്ചല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് അതായത് നമുക്ക് കുറച്ച് എഫേർട്ട് എടുത്ത് പഠിക്കുന്നുണ്ട് നമുക്ക് തോന്നാനുള്ളത് ഏത് മാത്രമേ ഉള്ളൂ, ഏർണിംഗ് പെർ ഷെയറും ഡയലൂറ്റഡ് ഏർണിംഗ് പെർ ഷെയറും മാത്രമേ ഉള്ളൂ, EPS. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ ഏർണിംഗ് പെർ ഷെയർ പഠിക്കുകയാണെങ്കിലും പക്ക കോൺസെപ്ച്വലി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എന്തുമില്ല, ആ ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളൂ, ഒരു 2-3 സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളൂ. ബാക്കിയുള്ള റാഷ്യൂസൊക്കെ ഡയറക്റ്റ് കിട്ടുമല്ലേ, അത് കുറച്ചും കൂടി സ്റ്റെപ്സ് വൈസ് ആയിട്ട് കിട്ടുമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ടഫ് എന്ന് പറയാനൊന്നുമില്ല, കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആണെന്ന് പറയാം. ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ചും കൂടി എന്താണ് ടൈം എടുക്കും എന്നുള്ളത് പറയാം. ഡാറ്റ കളക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുമെന്ന് പറയാം. പക്ഷേ നമുക്കത് അഡ്വാൻറ്റേജ് അല്ലേ, നമുക്ക് സ്കോർ കൂടുതലല്ല ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് കഴിഞ്ഞാൽ പഠിക്കൽ ഈസിയാണ്. അപ്പോൾ അങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ചെയ്യും. അപ്പോൾ ഒരിക്കലും അറിയാം നമ്മുടെ എക്സാം ഇടുന്നവർക്ക് വരെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ കുറച്ചും കൂടി സ്കോർ വേണമെന്നുള്ളത് അറിയാം, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഒരിക്കലും അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് പഠിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എവിടെയാണ് നിർത്തി, ആക്ടിവിറ്റി റാഷ്യൂസ് കംപ്ലീറ്റ് ചെയ്തില്ലേ. അത് നല്ലൊരു സെഷനാണ് ആക്ടിവിറ്റി റാഷ്യൂസ്. അത്യാവശ്യം ഒരുപാട് റാഷ്യൂസ്, 10 റാഷ്യൂസോളം ഉള്ള ആക്ടിവിറ്റി റാഷ്യൂസ്. ഇനി വളരെ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഏതാണ് പ്രോഫിറ്റബിലിറ്റി റാഷ്യൂസ് അല്ലേ, ഏതാണ് പഠിക്കാനുള്ളത്, പ്രോഫിറ്റബിലിറ്റി റാഷ്യൂസ്. ഓക്കെ, ക്ലാസ് 5 അല്ലേ. ഓക്കെടാ, ഏറ്റവും ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാമല്ല, അതിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഡെപ്റ്റ് ടു അസറ്റ് റാഷ്യോ പഠിച്ച പോലെ തന്നെ ഡെപ്റ്റ് ഡിവൈഡ് ബൈ അസറ്റ്. ഓക്കെ, അതേപോലെയുള്ള റാഷ്യോ ആണ്, വളരെ ഈസിയാണ്. പ്രോഫിറ്റബിലിറ്റി റാഷ്യൂസ് മീൻസ് ഇറ്റ് മെഷർ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം. സിംപ്ലി അത്ര തന്നെ ഉള്ളൂ. ഇറ്റ് മെഷേഴ്സ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം. ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അളക്കാൻ യൂസ് ചെയ്യുന്ന റാഷ്യൂസിനെ എന്ത് വിളിക്കുക, പ്രോഫിറ്റബിലിറ്റി റാഷ്യൂസ്. അപ്പോൾ ഏതൊക്കെ പ്രോഫിറ്റാണ് ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഏതൊക്കെ പ്രോഫിറ്റാണുള്ളത്? ഒരു കമ്പനി ഇപ്പോൾ അബ്സോർപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പബ്ലിക്കലി അവൈലബിൾ ആവുക ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക്കലി അവൈലബിൾ ആവുക അബ്സോർപ്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല, കാരണം അത് നമ്മളുടെ ഇൻസൈഡ് ഡിസിഷൻസിനാണ്. അപ്പോൾ പബ്ലിക്കലി ഒരു ഇൻവെസ്റ്ററിനൊക്കെ കിട്ടിയതാണ് അബ്സോർപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മളെ സെയിൽസ്, കോസ്റ്റ് ഔട്ട് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്ററിൽ അനലൈസ് ചെയ്യേണ്ട കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ പുറത്തേക്ക് കിട്ടിയ ഏതാ അബ്സോർപ്ഷനെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്യാം, അബ്സോർപ്ഷൻ വെച്ചിട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ കുറച്ച് പ്രോഫിറ്റുകൾ. സെയിൽസ് പ്രോഫിറ്റ് ആണോ? സെയിൽസ് പ്രോഫിറ്റ് അല്ല. ഗ്രോസ് പ്രോഫിറ്റ് ആണോ? അല്ലേ. COGS കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിൽസ്, കോസ്റ്റ് ഔട്ട് സോൾഡ് കുറച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ്, ഫസ്റ്റത്തെ പ്രോഫിറ്റ് കിട്ടി. ദെൻ അതിന് നമ്മൾ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ഇൻകം, അതൊരു പ്രോഫിറ്റ് ആണല്ലേ, രണ്ടാമത്തെ പ്രോഫിറ്റ്. പിന്നെ അതിന് ഇൻട്രസ്റ്റും ടാക്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത് എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ്, അതായത് മൂന്നാമത്തെ പ്രോഫിറ്റ്. അപ്പോൾ നമ്മളൊരു കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ മെയിനായിട്ട് 3 പ്രോഫിറ്റ് ഉണ്ടാവുക. ഫസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ്, ദെൻ ഓപ്പറേറ്റിംഗ് ഇൻകം, ലാസ്റ്റ് വൺ ഈസ് നെറ്റ് ഇൻകം, ദ ഫൈനൽ ഇൻകം ഓഫ് എ കമ്പനി. ഓക്കെ, അല്ലെങ്കിൽ ഫൈനൽ പ്രോഫിറ്റ് ഓഫ് എ കമ്പനി. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻകത്തിനെയല്ലേ ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒക്കെയാണ് പ്രോഫിറ്റബിലിറ്റി ഉള്ളത്. ഗ്രോസ് പ്രോഫിറ്റ് ഒരു പ്രോഫിറ്റാണ്, ഓപ്പറേറ്റിംഗ് ഒരു പ്രോഫിറ്റാണ്, നെറ്റ് പ്രോഫിറ്റ് ഒരു പ്രോഫിറ്റാണ്. സോ നമുക്കത് 3 വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ റാഷ്യോ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി. എന്താണ് റാഷ്യോ? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. ഗ്രോസ് പ്രോഫിറ്റ്, ദെൻ അതിൻ്റെ മാർജിൻ മീൻസ് പെർസെൻറ്റേജ്, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ പെർസെൻറ്റേജ്. ഓക്കെ, അതാണ് പക്ക റാഷ്യോൻ്റെ പേര്, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. എത്രത്തോളം, എത്ര മാർജിൻ, എത്ര ഭാഗം ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്.
ഓക്കെ, സെയിൽസിൻ്റെ എത്ര ഭാഗം ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്? ഇതിലുള്ള പഠിക്കുന്ന എല്ലാ അതും നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ എമൗണ്ട് ഏതാ? നമുക്കറിയാലോ, പെർസെൻറ്റേജ് കാണുമ്പോൾ നമ്മളിപ്പോൾ കമ്പാരിറ്റീവ് അനാലിസിസിൽ വെർട്ടിക്കൽ ഹൊറിസോണ്ടലൊക്കെ പഠിച്ചാണ്. അപ്പോൾ അതിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെന്താ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൊറിസോണ്ടൽ അനാലിസിസ് ഹൊറിസോണ്ടൽ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് മൈനസ് ബേസ്, പിന്നെ ഏത് വെർട്ടിക്കലിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ആയിട്ടാണെങ്കിൽ ടോട്ടൽ അസറ്റിൻ്റെ ബേസിലും, നമ്മളുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടാണെങ്കിൽ സെയിൽസിൻ്റെ ബേസിലും. ഓക്കെ, അപ്പോൾ അവിടെ വെർട്ടിക്കൽ അനാലിസിസ് നടക്കുന്ന അത് എല്ലാ എലമെൻസിനും എടുത്തിട്ടാക്കും. എല്ലാ എലമെൻസിൻ്റെ പെർസെൻറ്റേജ് ആണ്. ഇവിടെ എല്ലാ എലമെൻസിനും വേണ്ട, നമുക്ക് പ്രോഫിറ്റ്സിൻ്റെ മാത്രം മതി. അപ്പോൾ വെർട്ടിക്കലിൽ നിന്ന് ആ പ്രോഫിറ്റ്സിൻ്റെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഏത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അപ്പോൾ നമ്മളിവിടെ ഏതാണ് ഒക്കെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റംസ് അല്ലേ. അപ്പോൾ നമ്മൾ ഏത് വെച്ചിട്ടാണ് നോക്കുന്നത്? എല്ലാ പ്രോഫിറ്റ്, ആ 3 പ്രോഫിറ്റ് പറഞ്ഞാൽ ആ 3 പ്രോഫിറ്റിൻ്റെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഏതിൻ്റെ പെർസെൻറ്റേജ് ആക്കണം? സെയിൽസിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ എന്താണ് ഈ ഇക്വേഷൻ വരിക ഒന്ന് ആലോചിക്കുക നിങ്ങൾ. സെയിൽസിൻ്റെ പെർസെൻറ്റേജ് ഏതിൻ്റെ പെർസെൻറ്റേജാണ് കാണിച്ചാൽ അതെന്തായാലും ഡിനോമിനേറ്റർ അല്ല കരം. അപ്പോൾ സെയിൽസ് ഡിനോമിനേറ്ററിലാണ്. മുകളിൽ എന്താ വേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ മുകളിൽ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. തീർന്നു, ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇനി പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ ഇൻറ്റു 100 കൂടിയാണ് അടിച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജിക്കും പെർസെൻറ്റേജ് ആയിട്ടാണ് മാർജിനാണ് മാർജിൻ പെർസെൻറ്റേജാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ? റവന്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. റവന്യൂന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാണ് ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഈസ് എ പെർസെൻറ്റേജ് ഓർ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ്. സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്? ഫോർ എക്സാമ്പിൾ 1000 രൂപ സെയിൽസ്, ഏറ്റവും വളരെ ഈസി എക്സാം. 1000 രൂപ സെയിൽ നടന്ന കമ്പനിയിൽ 500 രൂപയുടെ കോസ്റ്റ് നടന്നു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് എത്രയായിരിക്കും? 500. എങ്ങനെ നമ്മൾ കാണുക? 500 ഡിവൈഡ് ബൈ 1000 ഈക്വൽ ടു എത്രയാണ്? 50%. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രേ കാൽക്കുലേഷൻ ചെയ്യാനുള്ളൂ, വളരെ ഈസിയാണ്. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് ഇൻകത്തിന് സെയിൽസ് ആയിട്ട് എന്ത് ചെയ്യുക? എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നോക്കുക. അപ്പോൾ എന്തൊക്കെ ഇക്വേഷങ്ങളെന്ന് പറഞ്ഞാൽ താഴെ എന്തായാലും സെയിൽസ് അല്ലേ, മുകളിൽ എന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഇതിൽ തന്നെ ഇടുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ്. ഇനി സെല്ലിംഗ് ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് നമുക്കൊരു 200 കൂടി വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര കരം? 300 ആയിരിക്കും ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലേ. 300 ആയിരിക്കും ഓപ്പറേറ്റിംഗ് ഇൻകം. സോ 300 ഡിവൈഡ് ബൈ സെയിൽസ് എത്ര? 1000 തന്നെ. 1000 ഈക്വൽ ടു എത്ര കരം? 30%. അത് അപ്പോൾ OPM ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എത്രയാണ്? 30%. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഒന്ന് നോക്കിക്കൊള്ളിട്ടോ. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എങ്ങനെയാണ്? അപ്പോൾ എന്തായാലും ഇക്വേഷൻ താഴെ സെയിൽസ് തന്നെ, മുകളിൽ എന്തായിരിക്കും? നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയ ക്വസ്റ്റ്യനിൽ 30% എന്ന് പറഞ്ഞാൽ അപ്പോൾ 300 ലാസ്റ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഒരു 100 രൂപ ഇൻട്രസ്റ്റും ഒരു 100 രൂപ ടാക്സും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവുക? 200 പോയില്ലേ. അപ്പോൾ ബാക്കി എത്രയാണ്? 100 ബാലൻസ് നെറ്റ് പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ 100 ഡിവൈഡ് ബൈ സെയിൽസ് എത്രയാണ്? 1000 ഈക്വൽ ടു 10% NPM നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, ഓരോ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഓരോ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ട് എന്ന് അനലൈസ് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൽ തന്നെ വരുന്ന ഒരു സംഭവമുണ്ട്. EBITDA മാർജിൻ എന്ന് പറഞ്ഞ സംഭവം. സിംപ്ലി പറയുകയാണെങ്കിൽ EBIT അല്ലെങ്കിൽ എന്ത് വിളിക്കുക? EBIT അല്ലെങ്കിൽ അതിന് എന്ത് വിളിക്കുക നമ്മൾ? ഓപ്പറേറ്റിംഗ് ഇൻകം. ഈ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എന്തൊക്കെ ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷനൊക്കെ, സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, അതേപോലെ COGS കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇതിലൊക്കെ നമ്മൾ എന്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്? ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, ഈ പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മളുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. നമ്മൾ പറഞ്ഞാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഐറ്റംസും ഉണ്ടാവും, നോൺ ക്യാഷ് ഐറ്റംസും ഉണ്ടാവും. പക്ഷേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അനാലിസിസിനെ ഏതൊക്കെ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്? ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റം അല്ലേ. അപ്പോൾ ഇൻകം ഐറ്റത്തിൽ എന്തായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ക്യാഷ് ഐറ്റംസും ഉണ്ടാവും, നോൺ ക്യാഷ് ഐറ്റം, അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസും ഉണ്ടാവും, ശരിക്കും നടക്കാത്ത നോൺ ക്യാഷ് ആയിട്ടുള്ള, നമ്മൾ വെറുതെ ഒരു എക്സ്പെൻസ് കാണിക്കുക എന്നല്ലാതെ ശരിക്കും നമ്മളെ കയ്യിൽ നിന്ന് എന്ത് പോയിട്ടുണ്ടാവില്ല? ക്യാഷ് പോയിട്ടുണ്ടാവില്ല. അതിന് എക്സാമ്പിൾസ് ആണ് അമോർട്ടൈസേഷനും അതുപോലെ ഡിപ്രീസിയേഷനും. ഏതൊക്കെയാണ്? അമോർട്ടൈസേഷനും ഡിപ്രീസിയേഷനും. വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ? സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മളുടെ ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ടല്ലോ, ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ കാലം കഴിയുന്നതിനനുസരിച്ച്, അതിനിപ്പോൾ നമ്മളൊരു പുതിയ കാർ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ അറിയാം, ഒരു പുതിയ കാർ വാങ്ങിക്കാൻ ഇപ്പോൾ നമ്മളൊരു 20 ലക്ഷം രൂപയുടെ ഒരു കാർ വാങ്ങി,
അതൊരു 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് 2-3 ലക്ഷം വില ഉണ്ടാവുള്ളൂ. ഓക്കെ, ആസ് യൂഷ്വൽ അല്ലേ. അതെന്ത് കാരണടാ? അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നോളം പഴകുന്നുണ്ട്, കേട് വരുന്നുണ്ട്, പല പല പ്രോബ്ലംസും അതിന് വരുന്നുണ്ട്. അതിൻ്റെ പുതുക്കം നഷ്ടപ്പെടുന്നുണ്ട്, അതിൻ്റെ കളർ നഷ്ടപ്പെടുന്നുണ്ട്, അതിൻ്റെ എൻജിൻ്റെ പവർ കുറയല്ല, അതിൻ്റെ എൻജിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വീക്കായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള മെറ്റീരിയൽസിനൊക്കെ എന്ത് വരുന്നുണ്ട്, ഇപ്പോൾ തുരുമ്പ് വരും, ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ വെൽ മെയിൻറ്റൈൻഡ് ആണെങ്കിലും അതിൻ്റെ വില എന്തായാലും കുറയും. കാരണം ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ വീക്കായി കൊണ്ടിരിക്കും. ഈവൻ ടയറെങ്കിലും ഒന്ന് എന്ത് ചെയ്യും, തേയും. ഇനിയിപ്പോൾ ടയർ പുതിയ ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇട്ടിട്ട് കാര്യമില്ല. ഓക്കെ, കാരണം എന്താ വെച്ചാൽ എൻജിൻ ഫുള്ളായിട്ട് മാറ്റേണ്ടി വരുന്ന, അതെന്തായാലും നോർമലി ഒരു ആൾക്കാരെന്ത് ചെയ്യില്ല, ഫുള്ള് ബോഡി മാറ്റുക, ഓരോ കൊല്ലം പുതിയ ബോഡി ഇടുക, അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും, എന്നിട്ടാണ് സ്ക്രാപ്പ് ആവുമല്ലോ. അതായത് ഒഴിവാക്കാനാകുമ്പോൾ നമ്മളാണ് ഒഴിവാക്കും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, അത് റീപ്ലേസ് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഡിപ്രീസിയേഷൻ അത് വിചാരിച്ചിട്ടിപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മളിപ്പോൾ ഒരു കാർ അല്ലെങ്കിൽ വേണ്ട ഒരു മിഷനറി നമ്മുടെ കമ്പനിയിലുണ്ട്. നമ്മളെ കമ്പനിയിൽ ഒരു മിഷനറി ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചിലവുണ്ടാവും, വാങ്ങുമ്പോൾ ചിലവായി എന്നല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് വേറെ ചിലവ് വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ഇതൊക്കെ അതിൻ്റെ യൂസേജ് അതിന് ആൾക്കാർ വെക്കുക, അതൊക്കെ നമ്മൾക്ക് കമ്പനിയുടെ ഡയറക്റ്റ് ചിലവുകളാണ്. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തേയ്മാനമാണ് കാണിക്കുന്നത്, ഇതിൻ്റെ മൂല്യം കുറഞ്ഞ് വരുന്നതാണ് ഈ കാണിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നതിനെയാണ് എന്തായിട്ട് കാണിക്കുന്നത്, യൂസ് ചെയ്യുന്നതിൻ്റെ അളവിനെയാണ് എമൗണ്ടിക്ക് ഏതൊക്കെ പറ്റുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. വാട്ട് ഈസ് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ കോപ്പി റൈറ്റ്, പാറ്റൻറ്റ്, അതായത് നമുക്ക് ടാഞ്ചിബിൾ അല്ലാത്ത അസറ്റ്സ് ഉണ്ട്, ഫിക്സഡ് അസറ്റ്സ് ആണ്. ടാഞ്ചിബിൾ അല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റേഷനാണ്, നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളെ മ്യൂസിക്കിന് കിട്ടണമാണ്, അല്ലെങ്കിൽ നമ്മളെ മൂവി ഇതിനൊക്കെ കിട്ടണതാണ് കോപ്പി റൈറ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ വേറൊരു പേഴ്സൺ നമ്മളെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പാറ്റൻറ്റ്, ഇതിനൊക്കെ എന്തുണ്ടാവും, ചിലതിനൊക്കെ മെച്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ആ വർഷം കഴിയുന്നിടത്തോളം ഇതിൻ്റെ വാല്യൂ, ഇപ്പോൾ ആ പാറ്റൻറ്റിൻ്റെ വാല്യൂ കുറഞ്ഞ് വരും. അതുപോലെ വേറെ ആൾക്കാർ ഇതിനേക്കാൾ നല്ല ടെക്നോളജീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മൂല്യം എന്ത് ചെയ്യും, നമ്മുടെ സാധനത്തിൻ്റെ ഡിമാൻഡ്, നമ്മൾ ആ പാറ്റൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞ് വരും. മാർക്കറ്റ് വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ അതിനെയാണ് എന്ത് വിളിക്കുക, അമോർട്ടൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇതൊന്നും എന്താകുന്നില്ല, നമ്മളെ കയ്യിൽ നിന്ന് ശരിക്കും എന്തോ ഉണ്ടോ, ഫണ്ട് പോകണ്ടോ, ഇത് നമ്മൾ വെറൊരു എക്സ്പെൻസ് ആയിട്ട് ഇങ്ങനെ നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റത്തിനെ കറക്റ്റ് ക്യാഷ് ഫ്ലോക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക, കറക്റ്റ് അല്ലെങ്കിൽ ക്യാഷിക്കാണ് കൺവേർട്ട് ചെയ്യുക എന്ന് പറയാം. ഇപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ക്യാഷിക്കാണ് കൺവേർട്ട് ചെയ്യുക. അതായത് ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഐറ്റവും നോൺ ക്യാഷ് ഐറ്റവും ഉണ്ട്. അതിൽ ആ നോൺ ക്യാഷ് ഐറ്റംസിൽ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ മുമ്പിൽ വരുന്നതാണ് ഈ അമോർട്ടൈസേഷനും ഡിപ്രീസിയേഷനും. സോ അവന്മാരെ രണ്ടാളെയും ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ഐക്കന്നെ തിരിച്ചു കൂട്ടുക. ഓക്കെ, ഐക്കന്നെ എന്ത് ചെയ്യുക, അത് തിരിച്ചു കൂട്ടുക. ആ കുറച്ച് ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ ഐക്കന്നെ തിരിച്ചു കൂട്ടുക. ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഈ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റത്തിൽ ക്യാഷ് ഐറ്റംസും ഉണ്ട്, അതുപോലെ തന്നെ പ്ലസ് നോൺ ക്യാഷ് ഐറ്റംസും ഉണ്ട് പറഞ്ഞു അല്ലേ, നോൺ ക്യാഷ് ഐറ്റംസും ഉണ്ട്. അപ്പോൾ ആരാണ് ഒഴിവാക്കുക, ഈ നോൺ ക്യാഷ് ഐറ്റംസ് ആയ ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും അങ്ങോട്ട് ഒഴിവാക്കുക. ഓക്കെ, ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും ഒഴിവാക്കുക. അപ്പോൾ ഇത് ആരനായി, ക്യാഷ് മാത്രമായി. അതായത് ശരിക്കും നമുക്ക് എത്ര ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട് അങ്ങനെ പറയാം. ശരിക്കും നമ്മളെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ആസ്തി അനുസരിച്ചിട്ട് നമ്മളെ വരുമാനം അനുസരിച്ചിട്ട് ശരിക്കുള്ള ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയെന്നുള്ളത് നോക്കണം. ഓപ്പറേറ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് തന്നെയാണ്, കറക്റ്റ് അല്ല എന്നല്ല, പക്ഷെ അതിലെന്തുണ്ട്, നോൺ ക്യാഷ് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ശരിക്കുള്ള വേണ്ടാത്ത എക്സ്പെൻസ് വരെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, നമുക്ക് നോൺ ക്യാഷ് ആയിട്ട് നമ്മൾ വെറുതെ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന് ബേസ്ഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ കുറക്കുന്നത് തിരിച്ചു കൂട്ടിയിട്ട് ശരിക്കും നമുക്കുള്ള റെഡിക്ക് നമ്മളെ കയ്യിലുള്ള ക്യാഷ് ഓപ്പറേറ്റിംഗ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ട് അതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യുക കാണും. അപ്പോൾ സിംപ്ലി ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, ടു ഷോസ് ഹൗ മച്ച് മണി കമ്പനി മേക്സ് ഫ്രം മെയിൻ ബിസിനസ് ബിഫോർ പേയിങ് ലോൺ, ടാക്സ് ആൻഡ് നോൺ ക്യാഷ് കോസ്റ്റുകൾ, ടാക്സും ഇൻട്രസ്റ്റും ഒക്കെ. അത് എന്തായാലും ഈ EBIT-യിൽ ഇല്ല. പിന്നെ എന്ത് കൂടി ഉണ്ട്, നോൺ ക്യാഷ് കോസ്റ്റുകൾ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ടാവും ആഡിങ് ബാക്ക്, EBIT-ക്ക് എന്ത് കൂട്ടുക, ആഡിങ് ബാക്ക് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ദിസ് ഹെൽപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഹൗ വെൽ ദ ബിസിനസ് റിയലി ഡൂയിങ്. ഇപ്പോൾ ശരിക്കും എന്താ അവസ്ഥ, മറ്റേ അമോർട്ടൈസേഷൻ ഡിപ്രീസിയേഷൻ കുറക്കുമ്പോൾ നോൺ ക്യാഷ് ഐറ്റംസ് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അതല്ല, വേണ്ടാത്ത എക്സ്പെൻസുകളൊക്കെ കുറച്ചിട്ടുള്ള ലോവർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കാണിക്കുന്നത്. അതിന് പകരം നമുക്ക് എക്സാക്ട്ലി ഇപ്പോൾ എത്ര ഉള്ളതെന്നുള്ള ഓപ്പറേറ്റിംഗ് എന്ത് ചെയ്യുക കാണിക്കുക, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക കാണാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇക്വേഷൻ, EBIT ഉണ്ടല്ലോ, EBIT-ൻ്റെ ഇപ്പോൾ എന്ത് കൂടിയും കൂട്ടേണ്ടി വരും, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. അപ്പോൾ ഒറ്റൊന്നായിട്ട് പറയുകയാണെങ്കിൽ EBITDA ഡിവൈഡ് ബൈ എന്തിൻ്റെ ബേസിൽ തന്നെ,
സെയിൽസിൻ്റെ ബേസിൽ തന്നെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 100 കിട്ടിയില്ല, 100 നമുക്ക് 300 കിട്ടിയിരുന്നില്ലേ. അപ്പോൾ നമ്മളെ EBIT എത്രയായിരുന്നു? 300 ആയിരുന്നു. അതിൽ ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും പാടെ ഒരു 50 ഉണ്ട്. അങ്ങനെയാണ് ടോട്ടൽ. അതും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരിക? ടോട്ടൽ 350. അപ്പം 350 ഡിവൈഡ് ബൈ 1000 ഈക്വൽ ടു 35%. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്നാൽ നമുക്ക് ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള റാഷ്യോ ആട്ടെ. നമ്മളെ കറണ്ട് റാഷ്യോൻ്റെ പോലും അത്ര ടഫ്നെസ് ഇല്ല ഏതിന്, ഈ ഒരു സാധനത്തിന് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനൊക്കെ തന്നിട്ട് നമുക്ക് റിക്വയർമെൻറ്റ് വായിച്ചു നോക്കാം. പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കാൽക്കുലേറ്റ് റിട്ടേൺ ഏർണിങ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, കാൽക്കുലേറ്റ് ഓൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബൈ അസ്യൂമിങ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ഓഫ് ദ കമ്പനി ഈസ് 60,000 ആൻഡ് 40,000 റെസ്പെക്റ്റീവ്ലി. നമ്മൾ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളോട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാനാണ്. ഇത് ഏത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് നോക്കി നിങ്ങൾ. നെറ്റ് സെയിൽസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ്, പ്രിഫേർഡ് ഡിവിഡൻറ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്. അപ്പോൾ അബ്സോർപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.65 മില്യൺ. ഇനി എന്താ വേണ്ടത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ, COGS അല്ലേ. COGS ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടൂലേ? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. എത്ര ഗ്രോസ് പ്രോഫിറ്റ് നോക്കി നോക്ക്. 1.225 മില്യൺ. 1.225 മില്യൺ അല്ലെങ്കിൽ 12,25,000. ഓക്കെ, ഇനി നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി, ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ഫൈനലൈസ് ചെയ്ത് കിട്ടി. ഇനി നമ്മൾ അതിൽ നിന്ന് എന്താ ഓർക്കേണ്ടത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് കിട്ടുമ്പോൾ പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഓപ്പറേറ്റ് അല്ലെങ്കിൽ SGA എന്ന് പറയാം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയാണ്? 375,000. ഓക്കെ, അപ്പോൾ എത്രയാണ് ആൻസർ വരിക? ഓപ്പറേറ്റിംഗ് ഇൻകം എത്ര വരിക? അല്ലെങ്കിൽ EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകം എത്ര വരിക? പറഞ്ഞാണേടാ, ഒന്ന് ചെയ്ത് നോക്കി. 850,000. ഓക്കെ, ബാക്കി ഇവിടെ ചെയ്യാം കേട്ടോ. 850,000. ഓക്കെ, ദെൻ ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടി. ഇനി നമ്മൾ എന്താ കാണേണ്ടത്? ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ നിന്ന് ഇനി ഇൻട്രസ്റ്റും കൊടുക്കണം, ടാക്സും കൊടുക്കണം അല്ലേ. ഇൻട്രസ്റ്റ് എത്രയുള്ളത്? ഇൻട്രസ്റ്റ് ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റും കുറച്ചു, ടാക്സും കുറച്ചു, എന്ത് കിട്ടും? നെറ്റ് ഇൻകം കിട്ടും. നെറ്റ് ഇൻകം. ഓക്കെ, 8,40,000 മൈനസ് 35%. എത്ര വരുന്നു നോക്കി നോക്ക്. 8,40,000 മൈനസ് 35%. 5,46,000 ഇസ് നെറ്റ് ഇൻകം. ഓക്കെ, ക്ലിയർ. ഇനി നമ്മളോട് എന്ത് പറഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു, പക്ഷേ അവിടെ റീറ്റേൺ ഏർണിങ്സ് കൂടി കാണാൻ പറഞ്ഞിട്ട്. എങ്ങനെ റീറ്റേൺ ഏർണിങ്സ് കാണാമെന്ന് നമ്മൾ പഠിച്ചാണ്. നെറ്റ് ഇൻകത്തിൽ നിന്ന് ആദ്യം പ്രിഫേർഡ് ഡിവിഡൻറ്റ് കൊടുക്കണം, ദെൻ കോമൺ ഡിവിഡൻറ്റ് കൊടുക്കണം. അതാണ് ആ വർഷത്തെ എന്ത് റീറ്റേൺ ഏർണിങ്സ്ക്ക് മൂവ് ചെയ്യാൻ പോകുന്ന എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ് ഇൻകത്തിൻ്റെ താഴെ തന്നെയാണ് ഇതാ. എന്നാൽ പിന്നെ കൺഫ്യൂഷൻ വേണ്ടല്ലോ. ഓക്കെ, നെറ്റ് ഇൻകത്തിൻ്റെ താഴെ തന്നെ നെറ്റ് ഇൻകത്തിൽ നിന്ന് ഇനി ആദ്യം പ്രിഫേർഡ് ഡിവിഡൻറ്റ് എത്ര കൊടുക്കുന്നുണ്ട്? 35,000 പ്രിഫേർഡ് ഡിവിഡൻറ്റ് കൊടുക്കണം. മൈനസ് കോമൺ ഡിവിഡൻറ്റ് എത്ര കൊടുക്കുന്നുണ്ട്? കോമൺ ഡിവിഡൻറ്റ് എത്ര കൊടുക്കുന്നുണ്ട്? 25,000. അതും അങ്ങോട്ട് മൈനസ് ചെയ്തു. എത്ര ആൻസർ വരിക നോക്കി നോക്ക്. 546,000 മൈനസ് 60,000 രണ്ടും പാടല്ലേ. 35,000 25,000. 486,000 is the
റീറ്റെയിൻ ഏണിങ്സ്. ആ വർഷത്തെ റിട്ടേൺ ഏണിങ്സ് എത്ര മൂവ് ചെയ്യാൻ പോകുന്നത്? 4,86,000 അല്ലെങ്കിൽ 486,000. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പക്കാ ക്ലിയർ ആയിട്ട് ഉണ്ടാക്കി. ഇനി നമ്മളോട് എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ഓൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യൂസ്. കണ്ടുകൂടടാ, കാരണം എന്താ, കാണാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ? കാരണം എന്താണ്, റേഷ്യൂസ് മൊത്തം, റേഷ്യൂസിന് വേണ്ട എല്ലാ എലമെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി കണ്ടുപിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരും കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ എന്തിനാണ് ആ ഒരു ഡെപ്തിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് എന്ത് ചെയ്തത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഫെമിലിയർ ആവും കൂടി ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണേണ്ട ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ അല്ലേ, GPM. എങ്ങനെയാണ് ഇക്വേഷൻ? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ്. 1.225 മില്യൺ ഡിവൈഡ് ബൈ 1.65 മില്യൺ അല്ലേ. ഒന്ന് ചെയ്ത് നോക്കി നോക്ക്. $74 അല്ലേ വരുന്നത്, ഇൻറ്റു 100 അടിച്ചാൽ 74.24%. ഓക്കെ, ഇനി ഏതാണ്ട് ഓപ്പറേറ്റിംഗ് ഇൻകം പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് ഇൻകം പ്രോഫിറ്റ് മാർജിൻ അല്ലേ, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകം മാർജിൻ OPM. ഓക്കെ, എത്ര ഉള്ളത്? 850,000 ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട്, സെയിൽസ് 1.65 മില്യൺ. ഒന്ന് ചെയ്ത് നോക്കി നോക്ക്. $51.15%. ഓക്കെ, ഇനി എന്താണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, NPM, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ്. 546,000 ഡിവൈഡ് ബൈ 1.65 മില്യൺ. ഓക്കെ, ചെയ്ത് നോക്കി നോക്ക്. 546 ഡിവൈഡ് ബൈ 50, 33.09% അല്ലെങ്കിൽ 33.1%. ഓക്കെ, അതും കിട്ടി. ഇനി നമുക്ക് ഒരു മാർജിനും കൂടി ഉണ്ടല്ലോ, നമ്മൾ ആ സ്പെഷ്യൽ മാർജിൻ, എന്താണ് അവൻ്റെ പേര്? EBITDA മാർജിൻ അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്താ? EBITDA ഡിവൈഡ് ബൈ EBITDA ഡിവൈഡ് ബൈ സെയിൽസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് EBIT നമ്മളെ കയ്യിലുണ്ട്, പക്ഷേ ഡിപ്രീസിയേഷനും അതുപോലെ എന്തുമില്ല, അമോർട്ടൈസേഷനും ഇല്ല. അത് അവിടെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ട് തന്നിട്ടുണ്ട്, നോക്കി നോക്ക്. 40,000 60,000 ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് എത്രയാണ്? 850,000 ഡയറക്റ്റ് നമുക്കുണ്ട്. ഇനി അതിന് ആരൊക്കെ കൂട്ടിയാൽ മതി? 60,000ൻ്റെയും അതുപോലെ 40,000 ഇനി അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. ഡിവൈഡ് ബൈ എത്ര തന്നെ? 1.65 മില്യൺ തന്നെ. അപ്പോൾ ചെയ്ത് നോക്കി നോക്ക്. 50 + 60 + 40 ഡിവൈഡ് ബൈ 1.65 മില്യൺ. ഓക്കെ, എത്രയാണ് വരിക? 57.57. ഓക്കെ, അപ്പോൾ ക്യാഷ് ഐറ്റംസും നോൺ ക്യാഷ് ഐറ്റംസും ഉള്ള ഓപ്പറേറ്റിംഗ് ഇൻകം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 51 ഉള്ളൂ. ഇനി റിയൽ ആയിട്ട് നമ്മളുടെ നോൺ ക്യാഷ് ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യാതെ വെറും ക്യാഷ് ഐറ്റംസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ എത്രയാണ്? 57.57 എന്തുണ്ട്? ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ EBITDA മാർജിൻ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് വലിയ രീതിയിൽ എന്ത് ചെയ്യണ്ട, നമ്മൾ ഓൾറെഡി വെർട്ടിക്കൽ അനാലിസിസ് പഠിച്ചാണ്. ആ വെർട്ടിക്കൽ അനാലിസിസ് തന്നെ വെറും പ്രോഫിറ്റിനെ മാത്രം കാണുന്ന പരിപാടിയാണ് ഏത്? ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യൂസ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് പോകാം. ഇതേപോലെ തന്നെ ഒരു ചെറിയ ടോപ്പിക്കാണ്, വലിയ എഫേർട്ടൊന്നുമില്ല, ചെറിയൊരു ടോപ്പിക്കാണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ റേഷ്യോ. വളരെ ഈസിയാണ്. എന്താണ് പേര്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ റേഷ്യോ. അതൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആ ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഏത് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി റേഷ്യൂസിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞ് അത് അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അപ്പം തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ജസ്റ്റ് എൻ്റെ നോട്ട്സിൽ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് തരാം, അപ്പോൾ ഒന്ന് എഴുതിയെടുത്തോളൂ. ഇക്വേഷൻസ് എഴുതാൻ പോകണ്ട. ഓക്കെ, എന്താ ഇക്വേഷൻസ്? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഈക്വൽ ടു GP ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100ഉം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡ് സെയിൽസ് ഇൻറ്റു 100. എന്തിനാണ് 100 അടിക്കുന്നതെന്ന് അറിയാലോ? പെർസെൻറ്റേജിക്ക് കൺവേർട്ട് ചെയ്യാനാണ്. നെറ്റ് ഇൻകത്തിൻ്റെ അതേപോലെ തന്നെ EBITDൻ്റെ അതേപോലെ തന്നെ. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് ഏതാ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ റേഷ്യോ. ഓക്കെ, 3 റേഷ്യൂസാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പേ എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ റേഷ്യോ? വാട്ട് മീൻസ്? എന്താണ് അതുകൊണ്ട് നമുക്കുള്ള ഉപകാരം? അത് പറയട്ടെ. ഓക്കെ, സിംപ്ലി പറയുകയാണെങ്കിൽ ഇറ്റ് മെഷേഴ്സ്, എന്താണ് ഏറ്റവും ഷോർട്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്, ഇറ്റ് മെഷേഴ്സ് ദ റിട്ടേൺ ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഫേം. റിട്ടേൺ, വാട്ട് ഈസ് ദ ഫൈനൽ റിട്ടേൺ ഓഫ് എ കമ്പനി? എന്താണ് ഒരു കമ്പനിക്ക് ഫൈനലി ഒരു ബിസിനസ് നടത്തി അതിന്ന് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ട് എന്താടാ? ഒന്ന് ആലോചിക്കുക.
നമ്മൾ കുറേ ലാഭം ഉണ്ട് പറഞ്ഞു. ലാഭമല്ല ഔട്ട്പുട്ട്, എന്തായാലും ലാഭം അല്ലെങ്കിൽ നഷ്ടം, അതാണല്ലോ ഔട്ട്പുട്ട് ഏതൊരു കമ്പനിയുടെയും ബിസിനസ് നടത്തി കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട്പുട്ട് അതാണല്ലോ. എന്താണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട്? ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫൈനൽ ഔട്ട്പുട്ട് ഏതാണ്? നെറ്റ് ഇൻകം. ഓക്കെ, ദാറ്റ്സ് ദ റിട്ടേൺ ഓഫ് ദ കമ്പനി. എന്താണ്? അതാണ് ഒരു കമ്പനിയുടെ എന്ത് ലാസ്റ്റ് ഫൈനൽ ഇൻകം. ഓക്കെ, നെറ്റ് ഇൻകം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടേൺ മീൻസ് എന്താണ് ഇവിടെ? നെറ്റ് ഇൻകം. ഇറ്റ് മെഷേഴ്സ് ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇറക്കിയ ഫണ്ട്, അതായത് നമ്മളിപ്പോൾ പറയില്ലേ, ഞാൻ 1 കോടി ഇറക്കിയിട്ട് ഇത്ര ലാഭം ഉണ്ടാക്കി, 1 കോടി ഇറക്കിയിട്ട് ഞാൻ 20 ലക്ഷം ഉണ്ടാക്കി, അല്ലെങ്കിൽ 40 ലക്ഷം ഉണ്ടാക്കി ഈ വർഷം, അല്ലെങ്കിൽ 1 കോടി വെച്ചിട്ട് ഞാൻ 5 കൊല്ലം കൊണ്ട് അത് 100 കോടിയാക്കി മാറ്റി എന്നൊക്കെ പറയാലോ. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറയാലോ. അതേ സാധനം തന്നെ, നിങ്ങൾ ഇറക്കിയ ഫണ്ട് കൊണ്ട് നിങ്ങൾ എത്ര ലാഭം ഉണ്ടാക്കി. ഓക്കെ, നിങ്ങൾ ഇറക്കിയ ഫണ്ട് കൊണ്ട് നിങ്ങൾ എത്ര ലാഭം ഉണ്ടാക്കി. എന്താണ് ഈ ലാഭം? എന്താണ് ഈ ലാഭം? നെറ്റ് ഇൻകം. ഓക്കെ, എന്താ നിങ്ങൾ ഇറക്കിയത്? നിങ്ങൾ ഫണ്ട് ഇറക്കി, അതുകൊണ്ട് എന്ത് വാങ്ങി? അസറ്റ് വാങ്ങി, ആസ്തികൾ ഉണ്ടാക്കി. ആ ആസ്തി വെച്ചിട്ട് നിങ്ങൾ കച്ചവടം നടത്തിയില്ലേ? ഓക്കെ, കുറേ ഇൻവെൻറ്ററി വാങ്ങി, കുറേ മെഷീനറീസ് വാങ്ങി, ഇതൊക്കെ സെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങി വെച്ചാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? അസറ്റ്സാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, അസറ്റാണ് നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലെങ്കിൽ ആര് തന്ന ഫണ്ട്? ഒന്നല്ലെങ്കിൽ ലാബിലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി. രണ്ടും പാടെ തന്നു കഴിഞ്ഞാൽ ലാബിലിറ്റി പ്ലസ് ഇക്വിറ്റി ഈക്വൽ ടു എന്ത്? അസറ്റ് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞാലേ. ഓക്കെ, സോ റിട്ടേൺ ഓൺ അസറ്റ് ഫസ്റ്റത്തെ അതന്നെ നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത് ഏതാണ്? റിട്ടേൺ ഓൺ അസറ്റ് ആണ്. ഇറ്റ് മെഷേഴ്സ് ദ പെർസെൻറ്റേജ് റിട്ടേൺ ദാറ്റ് എ ഫേം ഇൻവെസ്റ്റർ ഗെറ്റിംഗ് ഫ്രം ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ടോട്ടൽ അസറ്റ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇക്വേഷൻക്ക് പോകട്ടെ. ഓക്കെ, നമ്മൾ പറയുകയാണെങ്കിൽ അയ്യോ റെക്കോർഡിംഗ് ആവുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ. യെസ്, ഓക്കേടാ. റിട്ടേൺ ഓൺ അസറ്റ് അല്ലേ? റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്പോൾ റിട്ടേൺ ഓൺ അസറ്റ്, റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞു? നെറ്റ് ഇൻകം ആണെന്ന് പറഞ്ഞു. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്തി, ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഓല് എന്ത് ചെയ്തിട്ടുള്ളത്? അതായത് ക്യാപിറ്റലിൻ്റെ ഈക്വൽ ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഈക്വൽ എന്താണ്? അസറ്റ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഓൺ അസറ്റ് ROA എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അല്ല, നമ്മളുടെ ഒരു പഠിക്കുന്നതിൽ വലിയ ടഫ്നെസ്സും ആ ഒരു ഇമ്പോർട്ടൻസ് അല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു വർക്ക് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയിലൊക്കെ പറയുകയാണെങ്കിൽ ആ കമ്പനിയുടെ ROA എന്താ? വളരെ ഇപ്പോൾ ട്രേഡിങ്ങിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് ഡിസ്കഷൻ ചെയ്യുന്ന ഒരു എലമെൻ്റാണ് ഇത് ROA, അല്ലെങ്കിൽ റാഷ്യൂ ആണ് ROA. ഒരു കമ്പനിയുടെ ROA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്രിട്ടിക്കൽ റാഷ്യൂ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ നല്ലൊരു ഇൻഫ്ലുവൻസ് നമുക്ക് തരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഓൺ അസറ്റ് എങ്ങനെയാണ്? നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ടോട്ടൽ. എന്താണ് ആവറേജ്? അറിയാലോ, ഒരു ബാലൻസ് ഷീറ്റ് ആയിട്ടോ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടോ വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ആയിട്ട് നീഡ് ടു ബി ആവറേജ്ഡ്. ഓക്കെ, അപ്പോൾ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അതിൽ തന്നെ വേറൊരു സംഭവം വരുന്നത് ഡൂപോണ്ട് മോഡൽ ഓഫ് റിട്ടേൺ ഓൺ അസറ്റ്. അത് ഡൂപോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഐ തിങ്ക് ഈസ് എ കെമിക്കൽ റിലേറ്റഡ് MNC ആണ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആണ്. അപ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ വളരെ ഈസിയാണ്. അതിനെ ഒന്നും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറൊരു രീതി, അനദർ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ROA എന്ന് പറയാം, ഡൂപോണ്ട് മെത്തേഡ്, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓല എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ROA NPM ഇൻറ്റു TATR അടിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, വലിയ ഇടങ്ങാറാവൊന്നും വേണ്ട കേട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. NPM എങ്ങനെയാണ്? നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ സെയിൽസ്. ക്ലിയർ ആണല്ലോ. NPM എങ്ങനെയാണ്? നമ്മളിപ്പോൾ കണ്ടില്ലേ, നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ സെയിൽസ്. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ എങ്ങനെയാണ്? സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് അസറ്റ്. ഓക്കെ, സെയിൽസ് നമ്മൾ പഠിച്ചാലേ ആ അസറ്റ് വെച്ചിട്ട് എത്ര സെയിൽസ് ക്രിയേറ്റ് ചെയ്തു, അതാണ് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോസിലെ 9th 1 അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ബേസിക് മാത്തമാറ്റിക്സ് നമ്മൾ 2 ഇക്വേഷൻസ് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ അതിൽ സെയിം ആയിട്ടുള്ള സാധനം വിപരീതം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒന്ന് ന്യൂമറേറ്ററിലും ഒന്ന് ഡിനോമിനേറ്ററിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ സെയിൽസ്. ഓക്കെ, ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് അസറ്റ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള രണ്ടാളെയും സെയിൽസിനെ വെട്ടി. ഓക്കെ, നമ്മൾ വെട്ടിയിട്ടില്ലേ? ഓക്കെ, വെട്ടി. അപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ട് വരികയാണ്. ഇപ്പോൾ മുകളിൽ ആരാണ്? NPMൻ്റെ നെറ്റ് ഇൻകം മാത്രം അവിടെ കിടക്കുന്നുണ്ട്, അതിൽ TATRൻ്റെ ആവറേജ് അസറ്റ് മാത്രം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഏതൊക്കെ തന്നെ കയറി വന്നു, കണക്റ്റായി വന്നു. ROA ഈക്വൽ ടു നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് അസറ്റ്.
ഓക്കെ, അപ്പോൾ ഓല് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സെയിം തന്നെയാണ്, സംഭവം സെയിം തന്നെയാണ്, രണ്ടും വെട്ടിപ്പോയിട്ട് പിന്നെയും വീണ്ടും ഏത് ആൻസർ തന്നെ കിട്ടുകയാണ്, സെയിം ആൻസർ തന്നെ കിട്ടുകയാണ്. സോ ദാറ്റ്സ് ദ കൺക്ലൂഷൻ. എന്താണ് അതിൻ്റെ ബാക്കിൽ ഓല് പ്രൂവ് ചെയ്യുന്നത്, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് എങ്ങനെയെന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സിംപ്ലി ഇക്വേഷൻ എന്ത് തന്നെയാണ്, NPM × TATR എന്നുള്ള ഇക്വേഷൻ ഓല് പറയുന്നു. പക്ഷേ ഇത് കൺക്ലൂഡ് ചെയ്ത് വരുന്നത് ഏതൊക്കെ തന്നെയാണ്, നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് അസെറ്റ് അല്ലെങ്കിൽ ടോട്ടൽ അസെറ്റ് എന്നുള്ള ലീക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ഇക്വേഷനും കൂടി പഠിച്ചേക്കുക, ഈ ഒരു ഇക്വേഷനും കൂടി എന്ത് ചെയ്യുക പഠിച്ചേക്കുക. ROA = NPM × ടോട്ടൽ അസെറ്റ് ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ. ദെൻ അതാണ് കേട്ടോ ഇവിടെ പറഞ്ഞ ഡൂപോണ്ട് മോഡൽ ഓഫ് റിട്ടേൺ ഓൺ അസെറ്റ്. ദിസ് അനാലിസിസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡൂപോണ്ട് കെമിക്കൽ MNC. ഓക്കെ, ഇനി നെക്സ്റ്റ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഇനി നമ്മൾ അസെറ്റുമെന്ന് വിട്ടു. അസെറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി ആൻഡ് ഇക്വിറ്റി വെട്ടതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഫണ്ട് ഇറക്കിയത് ഏതിലൊക്കെ കയറാം, ആൾക്കാർ ഫണ്ട് ഇറക്കിയത് ലാബിലിറ്റിയിലും അതുപോലെ ഇക്വിറ്റിയിലും. അതിന് നമ്മൾ നേരെ എന്താണ് ഇനി ലാബിലിറ്റി ഇക്വിറ്റി എന്ന് സെപ്പറേറ്റ് പറയേണ്ട, നമ്മൾ എന്തെന്നെ ഈക്വലാണ് അപ്പോൾ അസെറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇക്വിറ്റിക്കാരെ അനലൈസ് ചെയ്യുന്നത്, ഇപ്പോൾ ലാബിലിറ്റിക്കാരും ഇക്വിറ്റിക്കാരും മൊത്തത്തിലൊരു കമ്പനിയുടെ അസെറ്റ് മൊത്തം ആ ലാബിലിറ്റിയിൽ നിന്നും ഇക്വിറ്റിയിൽ നിന്നും കിട്ടിയ ഫണ്ട് മുഴുവൻ യൂസ് ചെയ്ത് അസെറ്റ് വാങ്ങി ആ സെറ്റ്, അപ്പോൾ എല്ലാവരും പാടെ ഫണ്ടാണ്, ലാബിലിറ്റിക്കാരും ഡെപ്റ്റേരിയും കൂടി ഫണ്ടാണ്. ഓല് ഫണ്ട് ഇട്ടിട്ട് ഓലെ കമ്പനി ഓൽക്ക് എത്ര നെറ്റ് ഇൻകം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തു. ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇക്വിറ്റിയുടെ സൈഡ് മാത്രമേ, ലാബിലിറ്റിക്കാരാണ് ഒഴിവാക്കി. ഓക്കെ, അസെറ്റിൽ നിന്ന് ആരാണ് ഒഴിവാക്കി, അല്ലെങ്കിൽ അസെറ്റ് അല്ലെങ്കിൽ ലാബിലിറ്റിയിൽ നിന്ന് ആരാണ് ഒഴിവാക്കി, ലാബിലിറ്റീസിനെ ഡെപ്റ്റ്സിനെ ഒഴിവാക്കി. ഓക്കെ, ഇനി ആര് മാത്രമേ ഇക്വിറ്റി ഉള്ളൂ, അത് ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് ഇറക്കിയിട്ട് ഓർക്ക് എത്രത്തോളം എന്ത് ചെയ്ത് ഓല ആ ഫണ്ടിൻ്റെ തുല്യമായിട്ടുള്ള എത്ര നെറ്റ് പ്രോഫിറ്റ് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. അതായത് ടോട്ടൽ ലാബിലിറ്റി സൈഡ് അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് സൈഡ് എടുക്കുന്നതിന് പകരം എന്തുമ്പോൾ മാത്രം നോക്കുക, ഇക്വിറ്റിക്കാരുടെ മാത്രം നോക്കുക. ടോട്ടൽ ഇക്വിറ്റി പറഞ്ഞാൽ അതിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, ഓല റിസർവ്, ഓല റിട്ടേൺ ഏർണിങ്സ്, APIC അക്കൗണ്ട്, ഒരുപാട് അക്കൗണ്ട്സ് അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി സൈഡ് മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എത്രത്തോളം റിട്ടേൺ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, എത്ര പെർസെൻറ്റേജ് നമ്മൾ ഇക്വിറ്റിയുടെ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി മെഷേഴ്സ് ദ റിട്ടേൺ ഓഫ് ദ ബിസിനസ് റിസീവ്സ് ഓൺ ദ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്. അതായത് സ്റ്റോക്ക് ഹോൾഡേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി സൈഡ് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗമാണല്ലോ. ഓക്കെ, അവരിൽ നിന്ന് എത്ര കിട്ടിയെന്നുള്ളത്. അപ്പോൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇക്വേഷൻ അപ്പോൾ എന്താ കാര്യം, നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ്, ബാലൻസ് ഷീറ്റ് ആയിട്ടാണല്ലോ ആവറേജ് ഇക്വിറ്റി. ഓക്കെ, ആവറേജ് ഇക്വിറ്റി ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അതിനും എന്തുണ്ട്, ഡൂപോണ്ട് മോഡൽ ഉണ്ട്. നമ്മളുടെ ഡൂപോണ്ട് കമ്പനി, കെമിക്കൽ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഡൂപോണ്ട് മോഡൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? റിട്ടേൺ ഓൺ ആസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിട്ടേൺ ഓൺ ആസെറ്റ് പറഞ്ഞാൽ എന്താടാ, റിട്ടേൺ ഓൺ ആസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ടോട്ടൽ അസെറ്റ്. ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി പറഞ്ഞാൽ എന്താ, നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ എന്തിൻ്റെ ബേസിലാണ് നോക്കുന്നത്, ആവറേജ് ഇക്വിറ്റി. ഓക്കെ, അപ്പം നമ്മൾ ഡൂപോണ്ട് മോഡലാണല്ലേ പറയുള്ളത്. ഓക്കെ, ഇനി നമ്മളെ ഡൂപോണ്ട് എങ്ങനെ ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ROE രണ്ട് ഇക്വേഷൻ ആക്കി മാറ്റുന്നുണ്ട് നേരത്തെ ആക്കിയ പോലെ തന്നെ. ROA × ഫൈനാൻഷ്യൽ ലെവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി മൾട്ടിപ്ലയർ. നമ്മളുടെ ആ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ, ടോട്ടൽ അസെറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി. നമ്മളെ ഫൈനാൻഷ്യൽ ലെവറേജ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, എത്ര പെർസെൻറ്റേജോളം ഡെപ്റ്റ്, എത്ര പെർസെൻറ്റേജോളം ഇക്വിറ്റി. ഒരു 2 വരുന്ന കേസ് ഉണ്ടായിരുന്നില്ലേ, രണ്ടാണെങ്കിൽ എന്താ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 കിട്ടണമെന്ന് ചോദിച്ചാൽ ഡെപ്റ്റും ഇക്വിറ്റി എന്താണ്, സെയിം ആണ്. 2ൻ്റെ മുകളിലാണെങ്കിൽ ഡെപ്റ്റ് കൂടുതലാണ്, 2ൻ്റെ കുറവാണെങ്കിൽ ഡെപ്റ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, ആ സംഭവം. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെ ഇനി വരുന്നുള്ളത് നമുക്ക് നോക്കാം. ROAൻ്റെ ഇക്വേഷൻ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യുക. നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ടോട്ടൽ അസെറ്റ്. ഓക്കെ, ക്ലിയർ ആണ്. ഫൈനാൻഷ്യൽ ലെവറേജ് ടോട്ടൽ അസെറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. ഓക്കെ, ടോട്ടൽ അസെറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. ഓക്കെ, അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, നെറ്റ് ഇൻകം ആവറേജ് ടോട്ടൽ അസെറ്റ്, ടോട്ടൽ ഇക്വിറ്റി, 2 അസെറ്റ്, അതും റിവേഴ്സിൽ അപ്പുറം വരുന്നുണ്ട്. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് സൈഡ്സിൽ വരുന്നുണ്ട്. അപ്പോൾ 2 ടോട്ടൽ അസെറ്റും എന്ത് ചെയ്ത് ആണ് വെട്ടിപ്പോയി. ഇപ്പോൾ ആരൊക്കെ തന്നെ ഉള്ളൂ, നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ടോട്ടൽ ഇക്വിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഇക്വിറ്റി. പിന്നെ അത് ഏതിൻ്റെയാണ്, നെറ്റ് ഇൻകം ബാലൻസ് ഷീറ്റ് ആയിട്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതെന്താവും, ആവറേജിക്ക് കൺവേർട്ട് ആവും. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ എന്തൊക്കെ തന്നെ കൺക്ലൂഷനിലെത്തി, ഒരു പ്രൂവ് ചെയ്തു, നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ എന്ത് തന്നെ വരുന്നുണ്ട്, ആവറേജ് ഇക്വിറ്റി തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ROA × ഫൈനാൻഷ്യൽ ലെവറേജ് എന്ത് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ ആ മോൾക്ക് ഇങ്ങനെ വിട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ROAയുടെ
ഡ്യൂപോണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്താണ് വലുതാക്കിയാണ്. അപ്പോൾ NPM ഇൻറ്റു TATR ROE കിട്ടി, ദെൻ ഇൻറ്റു ഫൈനാൻഷ്യൽ ലെവറേജ്. അപ്പോൾ ഫൈനൽ ചെയ്തിട്ട് ROE കിട്ടി. ഓക്കെ, ഇനി ഒന്നും കൂടി ഉണ്ട്, ജസ്റ്റ് ഒന്നും കൂടി നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇക്വിറ്റിയുടെ ആദ്യം ടോട്ടൽ ലാബിലിറ്റി സൈഡ് മൊത്തം എടുത്തിട്ട് അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് വാങ്ങാൻ ഉപയോഗിച്ച എല്ലാ ഫണ്ടും അല്ലെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ എടുത്തു, അത് വെച്ചിട്ട് അനലൈസ് ചെയ്തു. പിന്നെ ഡെപ്റ്റിനെ ഒഴിവാക്കി ഇക്വിറ്റിനെ മാത്രം അനലൈസ് ചെയ്തു. ഇക്വിറ്റിയിൽ ഞാൻ പറഞ്ഞു പ്രിഫേർഡ് ഇക്വിറ്റി ഉണ്ടാവും, അതായത് പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഇനി ഇവർ കാണാൻ പോകുന്നത് റിട്ടേൺ ഓൺ കോമൺ ഇക്വിറ്റി, അതായത് കോമൺ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. വെറും കോമൺ ഷെയർ ഹോൾഡേഴ്സ് ആരെ കൂട്ടുന്നില്ല, പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സിനെ കൂട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇക്വിറ്റിയിൽ നിന്ന് ആരെയും കൂടിയാണ് ഒഴിവാക്കുക, പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സിനെ ഒഴിവാക്കി വെറും കോമൺ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബേസിസിൽ എത്രത്തോളം ഇൻകം അവർക്ക് ജനറേറ്റ് ചെയ്യാൻ, ഓലിട്ട ഫണ്ട് കൊണ്ട് കമ്പനി എത്ര ഇൻകം ജനറേറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കി, ആവറേജ് ഇക്വിറ്റി ഇൻ ഡിനോമിനേറ്റർ റിട്ടേൺ ഇൻക്ലൂഡ് പ്രിഫേർഡ്. ഇൻക്ലൂഡ് എന്തുണ്ട്, നോർമലി പ്രിഫറൻസ് സ്റ്റോക്ക് ഉണ്ട്. ഇഫ് എ കമ്പനി ഹാസ് പ്രിഫേർഡ് സ്റ്റോക്ക് ഔട്ട്സ്റ്റാൻഡിംഗ്, റിട്ടേൺ ഓൺ കോമൺ ഇക്വിറ്റി ഈസ് മോർ മീനിങ് ബിക്കോസ് ഇറ്റ് ഫോക്കസ് ഓൺ റിട്ടേൺ ഓൺ കോമൺ ഷെയർ ഹോൾഡേഴ്സാണ്. അതായത് നമ്മളെ കോമൺ ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തും കൊണ്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം, റിട്ടേൺ ഓൺ കോമൺ ഇക്വിറ്റി ഇൻസ്റ്റെഡ് ഓഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഓക്കെ, അപ്പോൾ സിംപ്ലി എന്താ ഇക്വേഷൻ വരിക, ആസ് യൂഷ്വലി നമ്മൾ ഇക്വേഷൻ ഒന്ന് കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. കാരണം ഇക്വേഷൻ ആകുമ്പോൾ നെറ്റ് ഇൻകം ഓക്കെ ആയിരിക്കും നിങ്ങൾ. ഓക്കെ, നെറ്റ് ഇൻകം ഓക്കെയാണ്, പക്ഷേ അതിൽ വേറൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരും. ഓക്കെ, നെറ്റ് ഇൻകം ഓക്കെ ആയിരിക്കും, പക്ഷേ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കയറി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഇൻകത്തിൽ നിന്ന് നമ്മൾ ഇതിപ്പോൾ ആരെ മാത്രം അനലൈസ് ചെയ്യുന്നത്, കോമൺ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ്. നമുക്കറിയാം നെറ്റ് ഇൻകത്തിൽ നിന്ന് പ്രിഫേർഡ് ഡിവിഡൻറ്റ് കൊടുക്കണം, ആദ്യം പ്രിഫേർഡ് ഡിവിഡൻറ്റ് കൊടുക്കണം. എന്നാൽ മുകളിൽ പ്രിഫേർഡ് ഡിവിഡൻറ്റ് ഇൻക്ലൂഡഡ് ആക്കുന്നത് ഇപ്പോൾ നെറ്റ് ഇൻകം എന്ന് മാത്രം എഴുതണം. എന്തുകൊണ്ടാണ്, താഴെ ആരും ഉണ്ട്. ഇപ്പോൾ നമ്മൾ റിട്ടേൺ ഓൺ അസറ്റ് ആണ്. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബിലിറ്റീസ് ഫുള്ളല്ലേ, അതിൽ പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഡെപ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇഷ്യൂ ഇല്ല. നെറ്റ് ഇൻകത്തിൽ നിന്ന് കോമൺ ഡിവിഡൻറ്റ് പ്രിഫേർഡ് ഡിവിഡൻറ്റ് കൊടുക്കണം. റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ ആരൊക്കെ ഉണ്ട്, പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സും ഉണ്ട്, കോമൺ ഷെയർ ഹോൾഡേഴ്സും ഉണ്ട്, അപ്പോഴും ഇഷ്യൂ ഇല്ല. പക്ഷേ ഇനി വരുന്നത് റിട്ടേൺ ഓൺ കോമൺ ഇക്വിറ്റി. അതിൽ ആരെ സൈഡ് മാത്രമേ കൺസിഡറേഷൻ ചെയ്യുന്നുള്ളൂ, കോമൺ ഇക്വിറ്റിക്കാരെ മാത്രമുള്ള കൺസിഡറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്ററിൽ നെറ്റ് ഇൻകം മൈനസ് പ്രിഫേർഡ് ഡിവിഡൻറ്റ് കൊടുക്കണ്ടേ, പ്രിഫേർഡ് ഡിവിഡൻറ്റിൻ്റെ അതിന് ഒഴിവാക്കണ്ട, അല്ലെങ്കിൽ നമ്മളെ അനാലിസിസ് ശരിയാവുമോ. കാരണം ഈ നെറ്റ് ഇൻകം ഫുള്ള് ആർക്കും അവകാശപ്പെട്ടതല്ല. ഓക്കെ, ഈ നെറ്റ് ഇൻകം ഫുള്ള് ആർക്കും അവകാശപ്പെട്ടതല്ല, നമ്മളുടെ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതല്ല. കാരണം ആ നെറ്റ് ഇൻകത്തിൽ നിന്ന് ആരെ ഒഴിവാക്കണം, നമ്മൾ പ്രിഫേർഡ് ഡിവിഡൻറ്റിനെ ഒഴിവാക്കണം. എന്നാൽ ബാക്കിയുള്ള എമൗണ്ട് IAC എന്ന് പറയും, ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്, അതല്ല ഇനി കോമൺ ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. അപ്പോൾ അനാലിസിസ് എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റാൻ പാടില്ല. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇത് എപ്പോഴും കുട്ടികൾക്ക് മാറിപ്പോകുന്നൊരു സംഭവമാണ്. കാരണം നെറ്റ് ഇൻകത്തിൽ നിന്ന് പ്രിഫേർഡ് ഡിവിഡൻറ്റ് കുറക്കാൻ അങ്ങോട്ട് എന്ത് ചെയ്യും, മറക്കും. അപ്പോൾ എന്താണ് ഇക്വേഷൻ വരിക, നെറ്റ് ഇൻകത്തും പ്രിഫേർഡ് ഡിവിഡൻറ്റ് കുറക്കുക. എന്തിനാണ് കുറക്കുന്നത് മനസ്സിലായാലോ, കാരണം താഴെ ആര് മാത്രമേ ഉള്ളൂ, കോമൺ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ, ആരില്ല, പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സ് ഇല്ല. അപ്പോൾ പിന്നെ ഓൽക്ക് കിട്ടാനുള്ള ഫണ്ട് ബല പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റുമോ, പറ്റൂലല്ലോ. അപ്പോൾ നെറ്റ് ഇൻകം മൈനസ് പ്രിഫേർഡ് ഡിവിഡൻറ്റ് ഡിവൈഡ് ബൈ ആവറേജ് കോമൺ ഇക്വിറ്റി. എങ്ങനെയാണ് ആവറേജ് കോമൺ ഇക്വിറ്റി കാണാം, ആവറേജ് എങ്ങനെ കാണുമെന്ന് അറിയാലോ, കറണ്ട് മൈനസ് ബേസ് ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ കറണ്ട് പ്ലസ് ബേസ് ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇനി എങ്ങനെയാണ് കോമൺ ഇക്വിറ്റി കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇക്വിറ്റിയിൽ നിന്ന് പ്രിഫേർഡ് സ്റ്റോക്കാണ് കുറക്കുക. ടോട്ടൽ ഇക്വിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സ്റ്റോക്ക്, പ്രിഫേർഡ് സ്റ്റോക്ക്, അതുപോലെ തന്നെ APIC, അതർ കോംപ്രഹെൻസീവ് ഇൻകം, റിസർവ്സ്, റിട്ടേൺ ഏണിങ്സ്, ഇങ്ങനെ കുറേ അക്കൗണ്ട്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ടോട്ടൽ ഇക്വിറ്റിയാണ്. ഇപ്പോൾ 10,000 ടോട്ടൽ ഇക്വിറ്റി ഉണ്ട്, പ്രിഫേർഡ് സ്റ്റോക്ക് ഒരു 100 ഉണ്ട്. അപ്പോൾ 10,000 മൈനസ് 100 900 കഴിഞ്ഞു, പരിപാടി ചെയ്യും, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നെറ്റ് ഇൻകത്തിൽ നിന്ന് ആരെ കുറക്കണം, പ്രിഫേർഡ് ഡിവിഡൻറ്റിനെ കുറക്കണം. പിന്നെ താഴെ കോമൺ ഇക്വിറ്റി ആകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രിഫേർഡ് സ്റ്റോക്കിനെ കൂട്ടാതെ അങ്ങോട്ട് ഇക്വിറ്റിയാണ് ഫുള്ള് കണക്ക് കൂട്ടിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക, ടോട്ടൽ ഇക്വിറ്റിയുടെ ബാലൻസ് അവിടെ തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ. അപ്പോൾ ടോട്ടൽ ഇക്വിറ്റിയുടെ ബാലൻസ് അതിന് ആരാണ് തട്ടുക, നമ്മളുടെ പ്രിഫേർഡ് സ്റ്റോക്കിനെ അങ്ങോട്ട് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇക്വേഷൻ എന്താണ്, നെറ്റ് ഇൻകം മൈനസ് പ്രിഫേർഡ് ഡിവിഡൻറ്റ് ഡിവൈഡ് ബൈ ആവറേജ് കോമൺ ഇക്വിറ്റി. ഓക്കെ, അതുള്ളൂ കേട്ടോ. ഇക്വേഷൻസ് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക കേട്ടോ. ഈ ഒരു സാധനം എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക, വിട്ടുപോലെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം തന്നെ നമുക്ക് അതൊന്നും കൂടി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അതൊരു ചെറിയ സെഷനാണ്, വലിയൊരു സെഷനല്ല. ഇനി നമുക്ക് ഐ തിങ്ക് നമ്മളെ റിട്ടേൺ ഓൺ ഇതും കഴിഞ്ഞില്ല. ഇനി നമുക്ക് മാർക്കറ്റ് റാഷ്യൂസ്ക്ക് അങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം, കുറച്ചെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. ഒരു നിശ്ചിത ടോപ്പിക്ക് വരെ നമുക്ക് അതിൻ്റെ ഒരു കണക്ഷൻസ് കിട്ടാനുണ്ട്.
അപ്പോൾ അതെന്തായാലും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. കാൽക്കുലേറ്റ് ROA, ROE, ROC ആൾസോ യൂസിങ് ഡുപോണ്ട് മോഡൽ. ഡുപോണ്ട് മോഡലും കൂടി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഡുപോണ്ട് മോഡൽ കാണാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഡുപോണ്ട് മോഡൽ കാണാനുള്ള ഡാറ്റയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഡാറ്റാസൊക്കെ ഉണ്ട്. നമുക്ക് ഇനി എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. നമ്മളെ നോർമൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അബ്സോർപ്ഷൻ തന്നെയാണ്. ഓക്കെ, ചെയ്ത് നോക്കാം. സെയിൽസ് 480,000. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? COGS തന്നിട്ടുണ്ടല്ലേ, 480 മൈനസ് 220, 260,000 ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 120 തന്നിട്ടുണ്ട്. അപ്പോൾ 260,000 മൈനസ് 120,000, 140,000 ഓപ്പറേറ്റിംഗ് ഇൻകം, 140,000 ഓപ്പറേറ്റിംഗ് ഇൻകം. ഓക്കെ, ദെൻ ഇനി എന്താണ്, ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ, ഇൻട്രസ്റ്റ് കുറക്കാണ്ട് ടാക്സ് കുറക്കാണ്ട്. ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100,000, 40,000 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 140,000 എന്ന്. അപ്പോൾ ഏത് കിട്ടി നമുക്ക്? EBTT. ഓക്കെ, ദെൻ ടാക്സ് 30%. 1,00,000 നിന്ന് 30% കുറച്ച് കഴിഞ്ഞാൽ 70,000 നെറ്റ് ഇൻകം. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇനി ROA കാണണം, ROE കാണണം, ROCയും കാണണം അല്ലേ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ നെറ്റ് ഇൻകം വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനി നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ROA എങ്ങനെയാണ്? ROA ഈക്വൽ ടു നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് അസെറ്റ്. ROA നെറ്റ് ഇൻകം എത്രയാണ്? 70,000. ഓക്കെ, ക്ലിയർ. ദെൻ അസെറ്റ് കാണണം. എന്തൊക്കെയാണ്? കറൻറ്റ് അസെറ്റ്. CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് അസെറ്റ്, ഫിക്സഡ് അസെറ്റ്. ഓക്കെ, ക്ലിയർ ആണ്. അത് എത്രയാണ്? 600 ഇട്ടുണ്ട്, 600,000. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്തായാലും ടാലി അല്ലേ കരം. ലാബിലിറ്റി സൈഡ് എന്തായിരിക്കും? ടാലി കരം. 100, 200, 300, 300, 500, 100, 600 രണ്ടും ടാലിയാണ്. അസറ്റും ലാബിലിറ്റി. ഇത് 600,000 തന്നെ, ഇത് 600. ആസ് യൂഷ്വലി നോക്കേണ്ട ആവശ്യമില്ലല്ലോ, 600,000 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 70,000 ഡിവൈഡ് ബൈ 600,000. ഇനിയിപ്പോൾ ആവറേജ് ആക്കണ്ടേ? ആവറേജ് ആക്കാൻ ഇവിടെ 2 ഡാറ്റ ഉണ്ടല്ലോ, ബിഗിനിങ്ങും എൻഡിങ്ങും ഉണ്ടോ? ഇല്ല, അത് ഒറ്റ ഡാറ്റ ഉള്ളൂ. അപ്പോൾ അത് തന്നിട്ടുള്ള ഡാറ്റ എന്താണ്? എൻഡിങ് ഡാറ്റയാണ് തരിക നോർമലി. എൻഡിങ് ഡാറ്റ തന്നെ എന്താണ്, ആവറേജ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, കണക്കൂട്ടുക. അതൊരു പോയിൻ്റാണ്. ഇപ്പോൾ ബിഗിനിങ്ങും ഒരു ഒറ്റ ഡാറ്റ ഉള്ളെങ്കിൽ നമുക്ക് ബിഗിനിങ് എൻഡിങ്ങും ഉണ്ടാവില്ലല്ലോ. സോ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ആ തന്നിട്ടുള്ള ഡാറ്റ ആവറേജ് ആയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് പരിഗണിക്കാം. അതുപോലെ തന്നെ വേറൊരു പോയിൻ്റ് കൂടി. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഇയർ 1 തന്നിക്കണ്. ഇയർ 1 തന്നു കഴിഞ്ഞാൽ എൻഡിങ്, ഇയർ 1ൻ്റെ എൻഡിങ് കിട്ടി, ഇയർ 1ൻ്റെ ബിഗിനിങ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ 1ൻ്റെ എൻഡിങ് അല്ലേ തന്നിട്ടുള്ളത്, ആ എൻഡിങ് എന്തായിട്ട് കണക്കാക്കുക? എൻഡിങ് ആവറേജായി കണക്കാക്കുക. അത് ഏത് ക്വസ്റ്റ്യനിലാണ് വരുന്നത്? ഇപ്പോൾ ഇയർ 1 തന്നിട്ട് ഇയർ 2 തന്നിട്ട് ഇയർ 3 തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2ൻ്റെ ആവറേജ് കാണുക എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഇല്ല. കാരണം 1 ബിഗിനിങ് 2 എൻഡിങ് ആയിട്ട് എടുക്കുക. അതുപോലെ 3ൻ്റെ ആണെങ്കിൽ 2ാമത്തെ ബിഗിനിങ് 3ാമത്തെ എൻഡിങ് അതിലെടുക്കുക. പക്ഷേ അതിൽ ഇയർ 1ൻ്റെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. കാരണം ഇയർ 2ൻ്റെ ഇയർ 3ൻ്റെ ഒക്കെ കാണാം, ഇയർ 1ൻ്റെ മാത്രം ബിഗിനിങ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ചെയ്യുക എന്നുള്ള ഒരു ഡൗട്ട് വരും. അപ്പോൾ തന്നിട്ടുള്ള ഡാറ്റ ഇയർ 1ൻ്റെ എൻഡിങ് ആണ്, അത് ക്വസ്റ്റ്യനിൽ പറയും. കാരണം നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക December 31 ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇയർ 1ൻ്റെ എൻഡിങ് ഉണ്ട്, ബിഗിനിങ് ഇല്ല. കാരണം ഒരു കമ്പനി തുടങ്ങിയ ഇയർ 1 അല്ലേ, പിന്നെ അതിന് ബിഗിനിങ് ഉണ്ടാവില്ലല്ലോ. കാരണം ബിഗിനിങ് എന്ന് പറയാനുള്ള ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം? 0 ആയിരിക്കും. കാരണം നമ്മളൊരു കമ്പനി തുടങ്ങുമ്പോൾ നമ്മളെ കമ്പനിയുടെ ബിഗിനിങ് എന്താക്കണം? 0 ആയിരിക്കും. പിന്നെ കമ്പനി തുടങ്ങിയിട്ട് കമ്പനിക്ക് സാധനങ്ങൾ ഇതൊക്കെ വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുക, എൻഡിങ്ങൊക്കെ എത്തുമ്പോഴത്തേനും ഒരു ഫണ്ട് ആവുക. ഓക്കെ, അപ്പോൾ എൻഡിങ് തന്നെ എന്തായിട്ട് എടുക്കുക? ആവറേജ് ആയിട്ട് എടുക്കുക. പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 70,000 ഡിവൈഡ് ബൈ 600,000, 11.66%. പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യണം. റിട്ടേൺ ഓൺ അസറ്റ് അല്ലേ, പെർസെൻറ്റേജ് ആണ്. ഇനി ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി, നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ഇക്വിറ്റി. മുകളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? 70,000 താഴെ ഇക്വിറ്റി മാത്രം. കറൻറ്റ് ലാബിലിറ്റി വേണോ? നോൺ കറൻറ്റ് ലാബിലിറ്റി വേണ്ട. ഇവന്മാർ രണ്ടാളും വേണ്ട. ആരൊക്കെ മതി? കോമണിന് പ്രിഫറൻസ് സ്റ്റോക്കിന് മതി. എത്രയാണ്? 300,000. 70 ഡിവൈഡ് ബൈ 300, 23.33%. ഇനി എന്തും കൂടി ഉണ്ട്? ROCയും കൂടി ഉണ്ട്. അവിടെ ആകുമ്പോൾ എന്താണ്? നെറ്റ് ഇൻകത്ത് നിന്ന് ഒഴിവാക്കണം. കാരണം പ്രിഫേർഡ് സ്റ്റോക്കിന് നമ്മൾ താഴ്ന്ന് ഒഴിവാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിഫേർഡ് ഡിവിഡൻറ്റിൻ്റെ മുകളിൽ നിന്ന് ഒഴിവാക്കണം. ആവറേജ് കോമൺ ഇക്വിറ്റി
ഇപ്പോൾ കോമൺ ഇക്വിറ്റിയും കാണാനല്ലേ, കോമൺ ഇക്വിറ്റി കാണുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നല്ലെങ്കിൽ ഇത് രണ്ട് ഈ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 അല്ലേ. ഇപ്പോൾ ആ 300 ഈ 100 ഒഴിവാക്കിയാലും മതി, അല്ലെങ്കിൽ ആരെ കൂട്ടാതിരുന്നാൽ മതി. ഈ പ്രിഫേർഡ് സ്റ്റോക്കിനെ കൂട്ടാതിരുന്നാൽ ആര് മാത്രമേ ഉള്ളൂ, കോമൺ സ്റ്റോക്ക് 200,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ 70,000 നെറ്റ് ഇൻകത്തിൽ നിന്ന് ആരോ ഒഴിവാക്കണം. അപ്പോൾ നമ്മളുടെ പ്രിഫേർഡ് ഡിവിഡൻഡ് ഈസ് 10%. പ്രിഫേർഡ് ഡിവിഡൻഡ് എത്രയാണ്, 10% ആണ് കൊടുക്കുന്നത്. ഓക്കെ, വേറെ ഡാറ്റാസ് ഒന്നും തന്നിട്ടില്ലല്ലോ, ജസ്റ്റ് പ്രിഫേർഡ് ഡിവിഡൻഡ് 10% എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതിൻ്റെ 10% ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം, പ്രിഫേർഡ് സ്റ്റോക്കിൻ്റെ 10% ആയിട്ട് കണക്ക് കൂട്ടാം. എത്രയാണ് പ്രിഫേർഡ് സ്റ്റോക്ക്? പ്രിഫേർഡ് സ്റ്റോക്ക് 100,000 ആണ്, ഇതിൻ്റെ 10%. ഓക്കെ, ഇതിൻ്റെ 10%. ഓക്കെ, അപ്പോൾ 70,000 ഇൻറ്റു 10%, 7,000 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്ര, 63,000. അത് അവിടെ കട്ടെ, നമുക്ക് ജസ്റ്റ് ഇക്വേഷനിലിടാം. 70,000 മൈനസ് 7,000. ഓക്കെ, ഇനി താഴെ വരുമ്പോൾ ആവറേജ് കോമൺ ഇക്വിറ്റി ഒന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് രീതിൻ്റെ നമുക്ക് സിമ്പിൾ ചെയ്തൊക്കെ തന്നെ ഇടാം. 200,000 എന്നാണ് ഇടാം. അപ്പോൾ എത്ര വരിക, 63,000 ഡിവൈഡ് ബൈ 200,000, 31.5%. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം തന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പോൾ യൂട്യൂബിലുള്ളവർക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നൊരു ഫ്രീ സെഷനാണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഫ്രീ സെഷനാണെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക വിചാരിച്ചിട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനോ ഇതാക്കാനോ എന്ത് ചെയ്യണ്ട, ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, പഠിക്കാനും ഇനിയിപ്പോൾ പുതിയതായി പഠിക്കുന്നവർക്ക് പഠിക്കാനും അതുപോലെ തന്നെ റിവൈസ് ചെയ്യുന്നവർ റിവൈസ് ചെയ്യാനും എൻ്റെ സ്റ്റുഡൻസിനെ റിവൈസ് ചെയ്യാനും എല്ലാവർക്കും എന്ത് ചെയ്യണം, ഇതുകൊണ്ട് എന്ത് ചെയ്യണം, ഉപകാരം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഞാനെന്തായാലും ഇപ്പോൾ ക്ലാസ് 4 ഐ തിങ്ക് ക്ലാസ് 4ൻ്റെ ലിങ്കിലും കൊടുത്തിട്ടുണ്ടാവും, നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അതിൽ നമ്മളുടെ ചാനലിൻ്റെ തന്നെ പേരിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, അതിലൊന്ന് ജോയിൻ ആവുക. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിപ്പോൾ നമ്മൾ ഹോക്കിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും അതുപോലെ തന്നെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കും അപ്ഡേറ്റഡ് ടെക്സ്റ്റ് ബുക്കും അതിലെന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക, അതിൽ ജോയിൻ ആവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സെറ്റാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടും അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അധികമുള്ള ടഫായിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹോക്കിൽ വരുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ സെഷനായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് സെറ്റായിട്ട് റെഡിയായി വിചാരിക്കുന്നു. ഐ മീൻ നല്ല രീതിയിൽ കേട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കോൺസെപ്ച്വലി നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കുക. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക, കാണാം. സി യു സൂൺ. ബൈ ബൈ.